ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ മനസ്സിലാക്കൽ അല്ലെങ്കിൽ ദൈവവചനത്തോടുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതും പ്രയോജനകരമാക്കി തീർക്കുന്നതും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം അവൻ വ്യക്തിപരമായി കർത്താവിന്റെ കൂടെ വ്യക്തിപരമായ സമയം ചെലവഴിക്കുന്നു, അത്രത്തോളം അവന് കർത്താവിനോടുള്ള ബന്ധത്തിൽ വളരാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ പല കാര്യത്തിൽ വെല്ലുവിളികളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. കുടുംബജീവിതത്തില്, സമ്പത്തില്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, പല രീതി സാമൂഹികമായ നിലവാരം മാറി. ഒരു കാലത്തുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥയല്ല ഇന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ആ വ്യവസ്ഥയ്ക്കൊത്ത മാറ്റം ഉണ്ടാകുവാനായിട്ടുള്ള ഓട്ടത്തിലാണ് മനുഷ്യൻ. അതുകൊണ്ട് സ്വസ്ഥതയില്ല മനുഷ്യൻ, സ്വസ്ഥതയുമില്ല, സംതൃപ്തിയുമില്ല. മനുഷ്യന്റെ ഉള്ളിൽ ആ അസംതൃപ്തി മനുഷ്യനെ വാഴി. എല്ലായിടത്തും അസംതൃപ്തി മനുഷ്യനെ പിടിച്ചു വെച്ചിരിക്കും. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ആ സാഹചര്യങ്ങളെ അതിജീവിച്ചു വരണമെങ്കിൽ സാമൂഹിക വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്താൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ലോകത്തെ നമുക്ക് സൃഷ്ടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ അതിന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് ഐഡന്റിറ്റി നമുക്കില്ല. നമ്മൾ പലരും പറയുന്ന ഒരു ഐഡന്റിറ്റി. ചില കുഞ്ഞുങ്ങൾ പറയും, കുഞ്ഞുങ്ങളെന്നല്ല പലരും പറയാറുണ്ട്, എനിക്ക് എന്റെ ഫ്രീഡം വേണം, എനിക്ക് എന്റെ ഫ്രീഡം വേണം. ആക്ച്വലി എനിക്ക് എന്റെ ഫ്രീഡം വേണം എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ അടിമത്തത്തിൽ കിടക്കുന്നത്. കാരണം എന്താണ് അദ്ദേഹം ഫ്രീഡം എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്യുന്നത്? ഫ്രീഡം എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് വേറെ ആരൊക്കെയോ ചിലർ കാണിച്ചു കൊടുത്ത മാതൃകയുണ്ട്, വേറെ ആരുടെയൊക്കെയോ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നതാണ് എന്റെ ഫ്രീഡം. അതായത് ഞാൻ എന്റേതായ ജീവിതത്തെ കണ്ടെത്തി, മാതാപിതാക്കളോട് ചില കുഞ്ഞുങ്ങൾ പറയും എനിക്ക് എന്റെ ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ അധ്യാപകരോട് ചില കുഞ്ഞുങ്ങൾ പറയും എനിക്ക് എന്റെ ഫ്രീഡം ഉണ്ട്. ഹസ്ബൻഡ്സ് പറയും എനിക്ക് എന്റെ ഫ്രീഡം ഉണ്ട്. വൈഫ്സ് പറയും എനിക്ക് എന്റെ ഫ്രീഡം ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഈ ബന്ധങ്ങളെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ശരിക്കും അവര് ഫ്രീഡം എന്ന് പറയുന്നത് ആക്ച്വലി അവരെന്തൊക്കെയോ ചില കാര്യങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുക, അതിനെയാണ് അവർ ഫ്രീഡം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ ആകുക എന്നുള്ളതാണ് ഫ്രീഡം. യഥാർത്ഥ ഫ്രീഡം എന്ന് പറയുന്നത് അവരെ പോലെ ആയിത്തീരുന്നതാണ് യഥാർത്ഥത്തിൽ ഫ്രീഡം. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സ്വാതന്ത്ര്യം, ഫ്രീഡം എന്ന് പറയുന്നത് നാം നമ്മെ പോലെ ആവുക എന്നതായിരിക്കണം നമ്മുടെ യഥാർത്ഥ ഫ്രീഡം. ഞാൻ എന്നെ പോലെ ആയിത്തീരുക, എനിക്ക് എന്റേതായ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, എന്റെ മേലൊരു മിഷനുണ്ട്, അത് നിവർത്തിക്കാനായിട്ട് എന്നെ തന്നെ ഞാൻ ഒരുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഫ്രീഡം. അപ്പൊ അത് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഞാൻ അറിയാതെ, എന്നെ കുറിച്ചുള്ള എനിക്കൊരു മിഷനുണ്ട്, എനിക്കൊരു ദൗത്യമുണ്ട് ഈ സമൂഹത്തിൽ ചെയ്യാനായിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തെടുക്കാനായിട്ട്. എന്റെ കുടുംബത്തിനകത്ത്, ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ ഇമ്പാക്ട് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ അറിയാതെ, ഞാൻ എന്നെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളില്ലാതെ എടുക്കുന്ന ചുവടുകളാണ് പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തില് മോശമായ ഒരു എൻഡിൽ കൊണ്ടുവന്നെത്തിക്കുന്നത്. ഇന്ന് പലരും നമുക്ക് കാണാൻ സാധിക്കും, സ്വയമായിട്ട് അവര് ചതിച്ച് ജീവിക്കുക. അതായത് അവര് പറയുന്നത് അവരുടെ വീഴ്ചകൾക്കെല്ലാം മറ്റുള്ളവരുടെ മേൽ പഴി പറയും. അവര് ചെയ്ത തെറ്റുകൾ, അവരുടെ കാര്യങ്ങളിൽ വരുന്ന വീഴ്ചകളെല്ലാം അവരത് ഹൈഡ് ചെയ്തിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും. പക്ഷെ അവരറിയാത്തൊരു കാര്യമുണ്ട്, ഇതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ, ഇതിന്റെ എൻഡിലെത്തുമ്പോൾ, ആ ക്ലൈമാക്സിൽ എത്തുമ്പോഴേ അവർ മനസ്സിലാകത്തുള്ളൂ, ഞാൻ എന്റെ പ്രയാസം, എന്റെ മേഖലകളായിരുന്നല്ലോ ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് വളരെ വൈകിയെ മനസ്സിലാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു ഉത്തരവാദിത്വം, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, നമ്മളായിരിക്കുന്ന ദേശത്ത് നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ചെയ്തെടുക്കാറുണ്ട്. അതിനൊരൊറ്റ മാർഗമുള്ളൂ, ഹല്ലേലൂയ, കർത്താവിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, ദൈവവചനത്തിൽ സമയം സ്പെൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് ചുവടുകൾ വെക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമുക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് വചനത്തിൽ അതിന് പറയുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകും. അപ്പൊ അവിടെ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുക, ദൈവമക്കൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു പദവിയാണ്, അല്ലെ? യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് കുറച്ച് വിശ്വാസികളെ സൃഷ്ടിക്കാൻ അല്ല, കുറച്ച് ശിഷ്യന്മാരെ പണിതെടുക്കാനായിട്ടല്ല. യേശുവിനെ ആ 3.5 വർഷത്തെ ശുശ്രൂഷ ശിഷ്യന്മാരെ ഉളവാക്കിയെടുക്കാൻ,
പക്ഷെ യേശുവിന്റെ ക്രൂശ് മരണം മുന്നെടുത്താലും ശിഷ്യന്മാരാക്കാനായിരുന്നില്ല, മക്കളാക്കാനായിട്ട്, ദൈവ മക്കൾ എന്ന പദവിയിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതാണ് യേശുവിന്റെ ഉപദേശത്തിൽ അധികവും നമ്മൾ കാണുന്നത്. പിതാവ് 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 എന്ന നിലയിലാണ് ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ്. പ്രത്യേകിച്ച് ഞാൻ ആ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ എത്രത്തോളം ഇന്റിമസി നമുക്കുണ്ടാകുന്ന പോലെയാ കർത്താവ് അവിടെ ഉപദേശം തരുന്നത്. എന്നെ അത് വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു അഭിസംബോധനയും ടീച്ചിങ്ങാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ ഇവിടെ നമ്മള് ദൈവത്തെ പിതാവായി കാണുന്നത് പോലെ, അപ്പോ നമ്മൾ ദൈവമക്കൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ന കൂട്ടരാണ്. ഞങ്ങളൊക്കെ ദൈവമക്കളാണ്, ഇന്ന കൂട്ടരൊക്കെ ദൈവമക്കളാണ്. അവർക്ക് അവരുടേതായ ചില അടയാളങ്ങളുണ്ട്, സൈൻ ഉണ്ട്. അവരൊക്കെയാണ് ദൈവമക്കൾ, അല്ലാത്തൊരു ദൈവമക്കളല്ല. ഇവിടെ ബൈബിൾ എന്താണ് ദൈവമക്കൾ എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത്? ദൈവമക്കൾ എന്നതിനെ കുറിച്ച് 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ. 2, ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളെ. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ആ വ്യക്തിക്ക് മാത്രമേ യേശുവിനെ ദൈവത്തിനെന്ന് പറയാൻ വിശ്വസിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് കൂടാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ യേശുവിനെ ക്രിസ്തു എന്ന് പറയാൻ സാധിക്കൂ, വിശ്വസിക്കാൻ സാധിക്കൂ, തിരിച്ചറിയാൻ സാധിക്കൂ, കൈക്കൊള്ളുവാൻ സാധിക്കും. അങ്ങനെ യേശുവിനെ ക്രിസ്തു എന്ന് കൈക്കൊള്ളുന്ന വ്യക്തിയാണ് ദൈവത്തിന്റെ മകൻ. അപ്പോ ആത്മാവിൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഇന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആയിത്തീരാൻ കഴിയുന്ന ഏറ്റവും വലിയ പദവിയാണ് ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്ന് പറയുന്ന പദവി. അത്രത്തോളം വിലയേറിയ ഒരു പദവിയില്ല പ്രിയപ്പെട്ടത്. അതിന് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മള് മാതാപിതാക്കള് എനിക്ക് നല്ല ഉടുപ്പ് വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ, നല്ല ഡ്രസ്സ് വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ, നല്ല ഫോൺ വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എന്റെ സ്നേഹിതന്മാരുടെ നടുവിലും കുറച്ചുകൂടെ ഹയർ ലെവലിൽ ജീവിക്കാൻ പറ്റുന്നത് ചിന്തിക്കുന്നുള്ളൂ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടത്, അതല്ല. നിങ്ങളുടെ ചിന്തയുടെ നിലവാരം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രൊവിഷന്റെ നിലവാരവും മാറും. അപ്പൊ നമുക്ക് കർത്താവിന്റെ ആത്മാവിൽ നടത്തപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പ്രൊവിഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്തിട്ടാത്ത പ്രൊവിഷൻ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകും. അപ്പൊ അതിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? അതിന്റെ വളരെ അടിസ്ഥാനമായ ഘടകം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ വളരെ വ്യക്തവും ശക്തമായി താൻ എന്താണ് പറയാൻ വന്നതെന്ന് സ്ഥാപിച്ചു വെച്ച കർത്താവ്. നമുക്കറിയാം, അവിടെ 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ 4, 5, 6 അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ 5, 6, 7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ കണ്ണ് ഇടർച്ച വരുത്തിയാൽ കണ്ണിനെ ചൂഴ്ന്നു കളയുക, കൈ ഇടർച്ച വരുത്തിയാൽ കൈയെ വെട്ടിക്കളയുക. അതാ എത്ര കഠിനമായ കാര്യമാണ് പറയുന്നത്. കണ്ണ് ചൂഴ്ന്നു കളയുക, കൈ വെട്ടിക്കളയുക എന്നെല്ലാം കർത്താവ് പറഞ്ഞിട്ട് ആ ഉപദേശത്തിനകത്ത് തന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ ഇച്ഛയോട് നോക്കിയാൽ പാപം ചെയ്തു കഴിഞ്ഞു. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, അവിടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇച്ഛ അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയാണ് പാപത്തോട് കണക്ട് ചെയ്ത് പറയുമ്പോൾ, കണ്ണില്ലെങ്കിലും അവന് പാപം ചിന്തിക്കാൻ പറ്റും, കൈയില്ലെങ്കിലും പാപം ചിന്തിക്കാൻ പറ്റും, പാപം ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്, എന്റെ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെ, എന്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെ. ഏത് വചനമാണ്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കാഴ്ചപ്പാടിൽ ഒരു മാറ്റം ഉണ്ടാകണം. എന്ത് മാറ്റമാണ്? ദൈവത്തെ പിതാവായി കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നയിക്കാൻ തുടങ്ങണം. അപ്പൊ ദൈവത്തെ പിതാവായി കാണാനായിട്ട് ഇവിടെ പറയും, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ, ദൈവത്തെ പിതാവായി കാണണമെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടണം. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങള് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, തൃത്വവും പരിശുദ്ധാത്മാവും. അപ്പൊ നമുക്ക് അതായത് അവിടെ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം അതാണ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. നിങ്ങളുടെ പിതാവ്, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ പുറമേ പ്രകടനങ്ങളാകരുത്, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ്. നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യുക, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ്. നിങ്ങൾ ആവശ്യങ്ങളെ കുറിച്ച് ഭാരപ്പെടേണ്ട. പറവകളെയും വയലിലെ സസ്യങ്ങളെല്ലാം പുലർത്തുന്ന നിങ്ങളുടെ പിതാവ്,
നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പൊ ഇവിടെ എല്ലാം നിങ്ങളുടെ പിതാവ് എന്ന് പരിചയപ്പെടുത്തുക. ആ ഒരു പരിചയം, അതായത് ദൈവത്തെ നമ്മുടെ മുമ്പിൽ പിതാവായി കാണിച്ചു തരിക എന്നതായിരുന്നു യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യം. യേശു ക്രൂശിൽ മരിച്ചതും പുനരുത്ഥാനം ചെയ്തതും ആ ഉറപ്പ് നമ്മുടെ അകത്ത് കൊണ്ടുവരാനായിട്ട്. അതായത് നമുക്ക് ദാസന്മാരായി നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, നമ്മുടെ അറിവുകൾ കൊണ്ട് ദാസ്യ മനോഭാവത്തിലേക്കായിരിക്കുന്ന നാം ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന പദവിയിലേക്ക് ആത്മാവിലെ നയിക്കപ്പെടുന്ന തലത്തിലേക്കായി തീരുവാനായിട്ടാണ്. അതായിരുന്നു യേശുവിന്റെ ജീവിതം, ക്രൂശ് മരണം, പുനരുത്ഥാനം, ഇതെല്ലാത്തിന്റെയും യഥാർത്ഥമായ ഉദ്ദേശം അതായിരുന്നു. അതേ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത സാഹചര്യവും പശ്ചാത്തലവും എന്തുമാവട്ടെ, നിങ്ങളിൽ കർത്താവ് ഇട്ടിരിക്കുന്ന വിത്ത് പുത്രത്വത്തിന്റെ വിത്താണ്. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ദൈവത്തെ പിതാവ് എന്ന നിലയിൽ പരിചയപ്പെടുത്തിയിട്ട് ഇവിടെ റോമാലേഖനം 8-14 വാക്യത്തിൽ പറഞ്ഞ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്നവര് ദൈവത്തിന്റെ മക്കളാവും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്ന പദവിയെ തിരിച്ചറിയാൻ സാധിക്കൂ, അഥവാ ദൈവത്തെ പിതാവായി തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അവിടെ എന്താണ് ഹല്ലേലൂയ അർത്ഥമാക്കുന്നത്? നമുക്ക് അവിടെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ാമത്തെ അധ്യായത്തിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? നിങ്ങളെ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അതാണ് ഹല്ലേലൂയ സത്യത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നത്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് എന്നിട്ട് അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ അവിടെ ഈ സത്യം എന്ന് പറയുമ്പോൾ 2 നിലയിൽ സത്യത്തെ കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. ഒന്ന്, ഇതിന്റെ 17-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞ ഏക സത്യ ദൈവമായ നിന്നെയും. അപ്പം ട്രൂത്ത് എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ച് പറഞ്ഞു. സത്യം, യേശുവിനെ കുറിച്ച് 14-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അപ്പൊ യേശു തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. സത്യം. അപ്പൊ പിതാവിനെ കുറിച്ച് യേശു പറയുന്നത് ഏക സത്യദൈവം. യേശു സത്യമാണ്, പിതാവ് സത്യ ദൈവമാണ്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന്റെ 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞത് സത്യത്തിന്റെ ആത്മാവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സത്യം, ട്രൂത്ത്, ഒള്ളി, ഏകം, സത്യം, ഇവിടെ പറയുന്ന ഏകവും സത്യവും ആയ ദൈവം, ഏകവും സത്യവുമായ പുത്രൻ. അപ്പൊ ഏകവും സത്യവുമായ പുത്രനെ പുത്രനായി നാം തിരിച്ചറിയുന്നത് ആത്മാവിലൂടെ. ഏകവും സത്യവുമായ പിതാവിനെ നാം തിരിച്ചറിയുന്നത് ആത്മാവിലൂടെ. അപ്പൊ പരിശുദ്ധാത്മാവ്, പിതാവിന്റെ ആത്മാവ്, പുത്രന്റെ ആത്മാവ്, ആ ആത്മാവ് വരുമ്പോൾ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. അതായത് പ്രിയപ്പെട്ടവർ, നമ്മള് സത്യത്തിൽ നടത്തപ്പെടുക, സത്യത്തിൽ. ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവർ, നമ്മള് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, സത്യം നിങ്ങളുടെ ജീവിതത്തിന് സ്വാതന്ത്ര്യം കൊണ്ടുവരും. അതാണ് 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. 2 യോഹന്നാന്റെ ലേഖനം, നമുക്കത് സത്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് പലതരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ 2 യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ വാക്യം, നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടി എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം. സത്യനിമിത്തം അവിടെ നമുക്ക് കാണാൻ കഴിയും, സത്യനിമിത്തം. അതുപോലെ 1 യോഹന്നാന്റെ ലേഖനം 5-ാമത്തെ 7-ാം വാക്യം, ആത്മാവ് പറയുന്നത്, ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. പിതാവ് സത്യമാണ്, പുത്രൻ സത്യമാണ്, ആത്മാവ് സത്യമാണ്.
അപ്പൊ അവിടെ ഈ സത്യം എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സത്യം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് റിയൽ, നിങ്ങൾ യഥാർത്ഥത്തെ മനസ്സിലാക്കുക. ആ റിയൽ എന്ന് പറയുന്നതിനെ കുറിച്ച് 2 യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, ആമേൻ, നമ്മളോടുകൂടി നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം. അപ്പൊ നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്ന സത്യം. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 16-ാം വാക്യം, 14-16, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത്. 17-ാം വാക്യം പറയുന്നു, അവൻ നിങ്ങളിലിരിക്കുന്നു. ഈ 2 യോഹന്നാന്റെ ലേഖനം 1-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളോട് എന്നേക്കും വസിക്കുന്നവൻ, നിങ്ങളിലിരിക്കുന്നവൻ. ആരാ? സത്യം. ആരാ? പരിശുദ്ധാത്മാവ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോഴ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ട്രൂത്ത് ഉണ്ട്. അതായത് God is spirit എന്ന ട്രൂത്ത് നമ്മൾ തിരിച്ചറിയണം. Where there is a spirit of the Lord, there is freedom. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നത്, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് യോഹന്നാന്റെ സുവിശേഷം 8:32 പറയുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 3:17 പറയുന്നത്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്, സത്യമാത്മാവാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറഞ്ഞ ഏക സത്യദൈവം. 2 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ആത്മാവ് സത്യം, ആത്മാവ് സത്യം, ആത്മാവ് സത്യം. ഇവിടൊക്കെ നമ്മളെ വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആത്മാവ് നമ്മളോട് കൂടെ ഇരിക്കുന്ന സത്യം. 5-ാം അധ്യായത്തിന്റെ 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ആത്മാവ് സത്യമല്ലോ, ആത്മാവ് സത്യം. അപ്പൊ പിതാവ് സത്യം, പരിശുദ്ധാത്മാവ് സത്യം, പുത്രൻ സത്യം. അപ്പോ സത്യം, ആത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്പിരിറ്റ്, ആത്മാവ് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക, യഥാർത്ഥത്തിലേക്ക്. അതായത് ട്രൂത്ത്. ആ ട്രൂത്ത് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ട്രൂത്ത് എന്നറിയാം? ഹല്ലേലൂയ. ദൈവ സൃഷ്ടിയായ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ തന്നെ പരിപൂർണത ചുമക്കുന്നവരാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. അതാണ് യഥാർത്ഥത്തിൽ സത്യം. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം പൂർണ്ണതയുള്ളതാണ്. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഒരു കമ്പനി അവരുടെ പ്രോഡക്ട്സിന്റെ അവരുടെ കമ്പനിയുടെ എല്ലാ ഗ്ലോറിയും എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ പവറും എല്ലാ പേരും വെളിപ്പെടുത്തുന്നത് അവരുടെ പ്രോഡക്ട്സിൽ കൂടെ. അവരുടെ ലോഗോ എത്ര നന്നായിട്ട് കാര്യമൊന്നും, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഫാക്ടറി, അല്ലെങ്കിൽ എന്തൊക്കെയോ അവിടെ ജോലി ചെയ്യുന്നവരുടെ യൂണിഫോം ഒക്കെ നല്ലതാണ്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ആ കമ്പനിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് പുറത്തു വരുന്ന പ്രോഡക്ട്സ് എത്രത്തോളം വാല്യബിൾ ആൻഡ് ട്രസ്റ്റ്വർത്തി ആണോ അത്രത്തോളം ഹല്ലേലൂയ എന്ത് സംഭവിക്കും? അതിന്റെ ആ കമ്പനിയുടെ പേര് വലുതായി തീരും. ഇവിടെ ഒരു ചിന്തിച്ചു നോക്കുക, ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവമാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ്. ദൈവത്തിന്റെ സൃഷ്ടി പെർഫെക്റ്റ്. ആ ദൈവത്തിന്റെ സൃഷ്ടിയുടെ പെർഫെക്ഷൻ, അത് ഹല്ലേലൂയ എപ്പോഴാണ് ആ പെർഫെക്ഷൻ നമ്മളിൽ ഉണ്ടാകുന്നത്? ആ പെർഫെക്ഷൻ നമ്മളിൽ ഉണ്ടാകുന്നത് നാം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ദൈവത്തിന്റെ സൃഷ്ടി ദൈവത്താൽ പെർഫെക്റ്റ് ആണെന്നും തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ജോലി, അതാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ ഐഡന്റിറ്റിയില്ല, ദൈവത്തിന്റെ പവറിൽ, ദൈവത്തിന്റെ ഗ്ലോറി നിർത്തുന്നത് ദൈവത്തിന്റെ ആത്മാവ്. പുത്രന്റെ ഗ്ലോറി നിർത്തിയത്, പുത്രന്റെ ശക്തി നിർത്തിയത്, ആ പുത്രന്റെ രക്ഷാപ്രവർത്തിക്ക് പുത്രന് ശക്തി പകരുന്നത് പരിശുദ്ധാത്മാവ്. അതേ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അതേ അധികാരത്തോടെ, ഗോഡ് ഈസ് സ്പിരിറ്റ്,
പുത്രൻ ആത്മാവാണ്. അതേ ആത്മാവ്, അതേ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളിൽ വസിച്ചിട്ട്, എന്നിൽ വസിച്ചിട്ട് എനിക്കൊരു ബോധ്യം തരികയാണ്, യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ആമേൻ. അപ്പോ ദൈവത്തിന്റെ മക്കളായി തീരണമെങ്കിൽ, ഒരു വ്യക്തി ദൈവത്തിന്റെ മകനായി തീരണമെങ്കിൽ ചിന്തിച്ചു നോക്കുക. 2 കാര്യങ്ങൾ ഒരാളുടെ മകൻ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, ഒന്ന് ആറ്റിറ്റ്യൂഡ്, 2 ആക്ഷൻ. അല്ലെ? ആക്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ചിലരുടെ ആക്ഷൻ ഈസ് വെരി ഗുഡ്, ബട്ട് ദ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ഗുഡ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? ആക്ഷന്റെ റിസൾട്ട് കംപ്ലീറ്റ് ആവും. ഒരു വ്യക്തി നിങ്ങളൊരു വ്യക്തിക്ക് സൽക്കർമ്മം ചെയ്യാതിരിക്കട്ടെ, നല്ല കാര്യം, ആക്ഷൻ ഈസ് ഗുഡ്. പക്ഷെ നിങ്ങൾ ഒരു റോങ് ഇന്റൻഷനോട് കൂടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആക്ഷൻ ഈസ് ഗുഡ്, ആറ്റിറ്റ്യൂഡ് റോങ് ആകുമ്പോൾ അതിന്റെ ഫ്രൂട്ട് അത് ബെസ്റ്റ് ആയിരിക്കത്തില്ല. അപ്പൊ ആക്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇത് രണ്ടും ഒന്നിച്ചായിരിക്കും. ഒരു മാതാവിന്റെയും പിതാവിന്റെയും കുഞ്ഞ്, ഒരു കുടുംബത്തിന്റെ പൈതൽ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ് കോഡ്, അവരുടെ ജീവിത രീതി, ഇതൊക്കെയും വളരെ പ്രധാനപ്പെട്ടത് അല്ലെ? ഒരു വലിയ കുടുംബത്തിന്റെ അംഗമാണെങ്കിൽ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം അങ്ങനെയുള്ളതായിരിക്കും, അദ്ദേഹത്തിന്റെ വാഹനം അങ്ങനെയുള്ളതായിരിക്കും, അദ്ദേഹത്തിന്റെ എല്ലാം ഹെയർ സ്റ്റൈലും ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. കാരണം അത് ആ ഒരു കുടുംബത്തിന്റെ മഹിമയെ പുലർത്തുന്ന പോലെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡും, എവരിതിങ്, ആക്ഷൻ. പക്ഷേ വെറുതെ ആക്ഷൻ മാത്രം അങ്ങനെ ആയതുകൊണ്ട് ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡ് നല്ലതായതുകൊണ്ടോ നല്ല വാഹനമുള്ളതുകൊണ്ടോ ഒന്നുമല്ല. ആറ്റിറ്റ്യൂഡ് ഓൾസോ ഇമ്പോർട്ടന്റ്, അതും പ്രാധാന്യം പറയുന്നത്. അപ്പം ആ ഒരു കുടുംബത്തിന് തക്കവിധമായ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൽ വരുമ്പോ കാണുന്നവർ പറയും, ഹല്ലേലൂയ, ശരിയാട്ടോ, ആ കുടുംബത്തിലെ അംഗമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആക്ഷനെയും ആറ്റിറ്റ്യൂഡിനെയും ഇമ്പാക്ട് ചെയ്യത്തക്കണം പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്ന് ക്രിയ തരിക. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ എ സൺ ഓഫ് ഗോഡ്, യു ആർ എ സൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മാവിനാൽ എനിക്ക് ആ കൺവിക്ഷൻ തരിക, പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് ബോധ്യം തരിക. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ തിരിച്ചറിയുക. ഗോഡ് ഈസ് സ്പിരിറ്റ്. അപ്പം ദൈവത്തെ ദൈവമാക്കി നിർത്തുക. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പവർ ഇസ് ഇൻ ദ സ്പിരിറ്റ്. സൺ, പിതാവായ ദൈവത്തിന്റെ പുത്രനായ ദൈവം, അവന്റെ വിശുദ്ധി, നമുക്കറിയാം അവന്റെ ശുശ്രൂഷയുടെ ശക്തി, അവന്റെ മരണത്തില് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സഹായിച്ചത്, പുനരുത്ഥാനത്തിന് സഹായിച്ചത് എല്ലാം പരിശുദ്ധാത്മാവാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചിട്ട് നമുക്ക് ബോധ്യം തരിക, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കുക. എന്താണെന്നറിയാമോ? യു ആർ എ സൺ ഓഫ് ഗോഡ് എന്ന ബോധ്യം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ is so important. പരിശുദ്ധാത്മാവിനെ പ്രാവായും തീയായും എണ്ണയായും കണ്ട് ആ റിയൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. ആ റിയൽ ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് നോ സ്പിരിറ്റ് ഈസ് ട്രൂ. 1 യോഹന്നാന്റെ ലേഖനം 5-7 വാക്യം പറയുന്നു, ആത്മാവ് സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നു, പിതാവ് സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14:6 പറയുന്നു, പുത്രൻ സത്യമാണ്. അതെ, ഹല്ലേലൂയ. ആ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതെ, ഹല്ലേലൂയ. നിങ്ങളുടെ രോഗസൗഖ്യം സത്യമാണ്. നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടത് സത്യമാണ്. നിങ്ങളുടെ ശാപം മാറിയത് സത്യമാണ്. നിങ്ങളുടെ പാപം കഴുകപ്പെട്ടത് സത്യമാണ്. നിങ്ങളുടെ പാപം കഴുകപ്പെട്ടു, നിങ്ങളുടെ ശാപം മാറിപ്പോയി, നിങ്ങളുടെ രോഗം സൗഖ്യമായി, നിങ്ങളുടെ ദാരിദ്ര്യം മാറിപ്പോയി. ഹല്ലേലൂയ, ആമേൻ. ഇത് സത്യമാണ്. പ്രിയപ്പെട്ടവർ, ഈ സത്യത്തിൽ നടത്തുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ജോലി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ ഇന്ന് നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടാകട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ ചിലപ്പോൾ രോഗ സിംറ്റം കണ്ടേക്കാം, പക്ഷെ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, നോ, ആമേൻ, സത്യത്തിൽ ആമേൻ, എന്റെ രോഗം യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമായതാണ്. കുറ്റബോധങ്ങളെ വാഴുന്നുണ്ടോ? എന്റെ സകല പാപവും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതാ. സത്യത്തിൽ വഴി നടത്തപ്പെടുക. ഹല്ലേലൂയ. ദാരിദ്ര്യം കൊണ്ട് ഞാൻ തകർന്നിരിക്കുകയാണ്, അല്ല, ആമേൻ, അവൻ സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന് നമ്മുടെ ദാരിദ്ര്യ നിമിത്തം അവൻ ദരിദ്രനായ കൃപ. 2 കൊരിന്ത്യർ 8:9. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ആവശ്യങ്ങളൊക്കെയും തന്റെ ധനത്തിനൊത്തോണം, ഹല്ലേലൂയ, ആമേൻ, മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അതെ, അതുകൊണ്ട് സത്യം എന്താണെന്നറിയാമോ?
ഞാൻ ദാരിദ്ര്യത്തിന് കീഴിലല്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആമേൻ. കുറ്റബോധം നമ്മളെ വാഴുമില്ല. എന്റെ പാപത്തെ കർത്താവ് കഴുകി ശാപത്തിനകത്ത് കിടക്കുമില്ല. എന്റെ ശാപത്തിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിച്ച അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് എന്നെ അതിന് കാരണമാക്കി മാറ്റി യേശു ക്രൂശിൽ മരിച്ചത്. അതെ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് ഈ സത്യത്തിൽ ആമേൻ ഇത് കേൾക്കാൻ എളുപ്പമാണ്. ഇത് എല്ലാ സ്ഥലത്തൊന്നും കേൾക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അത് കേട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിന്തയിൽ നിന്ന് ഇത് മറന്നു. പക്ഷെ എപ്പോഴാണ് ആത്മാവ് നമ്മളെ നയിക്കുന്നത്, അപ്പൊ നമുക്കൊരു തിരിച്ചറിവുണ്ടാകും. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ സൗഖ്യം പ്രാപിച്ചു, ഞാൻ പൂർണ്ണ സൗഖ്യമുള്ളവനാണ്, ഞാൻ പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ പൂർണ്ണമായി നീതിബോധമുള്ളവനാണ്, ഞാൻ പൂർണ്ണമായും സൗഖ്യമായവനാണ്. കാരണം ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനാണ്, ക്രിസ്തുവിൽ ഞാൻ തികവുള്ളവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അബോധ്യത്തിൽ നിന്ന് പറയാമോ? ഐ മീൻ ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ. ആത്മാവിലുള്ള അബോധ്യത്തോടുകൂടെ നിങ്ങളുടെ ചുവടുകളെ മുന്നോട്ട് വെക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെയുള്ള ജീവൻ, അതേ കർത്താവേ, ആ സത്യം, ആ സൗഖ്യത്തെക്കുറിച്ച്, വിടുതലിനെ കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച്, സമൃദ്ധിയെക്കുറിച്ചുള്ള ട്രൂത്ത് അവരുടെ ഹൃദയത്തിനകത്ത് നടക്കട്ടെ. അവരുടെ അകത്ത് നിൽക്കുന്ന എല്ലാ ഭയങ്ങളും, എല്ലാ കർത്താവെ വിഘടിത ചിന്താഗതികളും, അകത്തു വന്നിരിക്കുന്ന കുറ്റബോധവും മനസ്സിന്റെ ആകുലതകളും ഭാരങ്ങളും മാറിപ്പോകട്ടെ. അവരുടെ അകത്ത് കർത്താവെ സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ അകത്ത് വന്നിരിക്കുന്ന അടിമത്വത്തിന്റെ ചിന്താഗതി മാറിപ്പോയി ഹല്ലേലൂയ തങ്ങൾ കർത്താവിൽ അവകാശികളാണെന്നുള്ള ബോധ്യം അവരുടെ അകത്ത് പണിയപ്പെടട്ടെ. ആ ബോധ്യം അവരുടെ അകത്ത് റൂട്ടഡ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ നനയിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അനുഗ്രഹത്തെ അന്ന് റിലീസ് ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. അവസ്ഥകളുടെ അസാധാരണമായ നിലയിൽ മാറട്ടെ. ഹല്ലേലൂയ. എല്ലാ നിലകളിലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നിലകളിലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യത്തോടെ, സമൃദ്ധിയോടെ, സ്വസ്ഥതയോടെ ജീവിക്കാനിടയാവട്ടെ. മനസ്സിനകത്ത് പ്രത്യേകിച്ച് അടിമത്വത്തിന്റെ ചിന്ത, കർത്താവേ എനിക്കത് ചെയ്യാൻ സാധിക്കത്തില്ല, അതായത് അവർക്ക് ആ അടുത്ത ലെവലില് അവരുടെ മൈൻഡ് ഒരുങ്ങാതിരിക്കുന്ന അവസ്ഥ, യേശുവിന്റെ നാമത്തിൽ ആ പ്രഷറുകൾ മൈൻഡിൽ നിന്ന് മാറിപ്പോട്ടെ. കൂടുതൽ ശ്രേഷ്ഠമായതിനെ സ്വീകരിക്കത്തക്കൊണ്ട് അവരുടെ മനസ്സുകൾ ഒരുങ്ങട്ടെ, വിശ്വാസത്തോട് ഒരുങ്ങട്ടെ, അത്ഭുതത്തെ അവർ പ്രാപിക്കട്ടെ. കർത്താവ് അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയെ സൂക്ഷിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ തൃത്വം പരിശുദ്ധാത്മാവോട് ചേർന്ന് തൃത്വത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ദിവസങ്ങളൊക്കെ. ഇറ്റ്സ് സോ ബ്ലെസ്ഡ്. നിങ്ങൾ മിസ് ചെയ്യരുത്, ഒന്നും മിസ് ചെയ്യരുത്. ഒരു എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാം നിങ്ങൾ തുടർച്ചയായി കാണാം. മുമ്പുള്ള എപ്പിസോഡുകളെല്ലാം ഇത് തന്നെയാണ് വിശദമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അനേകരുടെ അകത്ത് കിടക്കുന്ന ഒരു സംശയങ്ങൾ മുഴുവനും ദൂരീകരിക്കപ്പെടണം ഈ ടീച്ചിങ്ങിലൂടെ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായിരുന്നു എന്ന് നിശ്ചയമായി വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഒപ്പം നിങ്ങൾ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുവാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് സൗജന്യമായി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ അസാധാരണമായ നിലയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.